സ്റ്റേഷന്റെ പേര് മാർമല അല്ലേ? മാർമല വാട്ടർഫോൾസ്, മാർമല അരുവി. മാർമല വാട്ടർഫോൾസ് എന്നല്ലേ? മാർമല വാട്ടർഫോൾസ് എന്ന് കണ്ടു. മാർമല അരുവി ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു ചെറിയ വാട്ടർഫോൾ അങ്ങനെ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ പോയിപ്പോ വാട്ടർഫോൾസ് ചെറുത് തന്നെയാണ്. ഇപ്പൊ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒക്കെ കണ്ട നമ്മൾക്ക് അതൊന്നും വലിയ വാട്ടർഫോൾ ഒന്നും അല്ല. പക്ഷെ അതിന് താഴെ ഇങ്ങനെ കുളിക്കാനുള്ള ഒരു സ്ഥലം, നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്നുള്ള പോലെ ഒരു സ്ഥലമുണ്ട് താഴേക്ക്. നമ്മളപ്പോ അത് വെറുതെ ഒന്ന് പോയതാണ്. പക്ഷെ ഒരു രക്ഷയില്ല, അടിപൊളി. പ്രണവൊക്കെ ഇപ്പൊ വിഷമിച്ചിരിക്കുകയാണ്. കുളിക്കാൻ ഒരു ഡ്രസ്സ് എടുക്കാത്തതിന്റെ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അവിടെ ഇത്ര സെറ്റപ്പ് ആയിട്ടുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണേട്ടോ ഇങ്ങനെ ഒരു മാർമല അരുവി ഉള്ളത്. അങ്ങനെ കേൾക്കാത്തവര് എന്നെ പോലെ. മാർമല അരുവി എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞ്? മാർമല അരുവി കുളിക്കണമെന്നുണ്ടായി. അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു വിഷമം അല്ലേ? സാറില്ല, നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും കുളിക്കാം. ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പൊ തൽക്കാലം അത് പറഞ്ഞ് ആശ്വസിച്ച് ഞങ്ങൾ പോവാണ്. അപ്പൊ ആരെങ്കിലും വാഗമണിൽ പോണ വഴിയിൽ ഉണ്ടെങ്കിൽ പോകുമ്പോ ഈ ഒരു സ്പോട്ട് മാർമല അരുവി ആരും മിസ് ചെയ്യരുത്. അടിപൊളിയാണ്. അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഒരിക്കലും നഷ്ടം തോന്നില്ല. കുളിക്കാനും കൂടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും നമ്മള്. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലൂടെ പോകുമ്പോൾ നമ്മളൊരു ബോർഡ് കാണുന്നുണ്ട്. ആ ബോർഡല്ല ഇത്. കുറച്ചും അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ബോർഡാണ് കേട്ടോ ഇത്. മരണ വഴി ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് പോരണം. അത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് വഴിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചുറ്റും റബ്ബർ തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഒരു വഴിയും അതേപോലെ വലിയ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് സമാധാനമായത്. കുറേ വണ്ടികളൊക്കെ ഉണ്ട്, ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊക്കെ തോന്നിയത് കേട്ടോ. വരണ വഴി നമ്മളൊരു ചെറിയ വഴിയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചാൽ ഇത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രം ഒന്നല്ലാന്ന്. അതേപോലെ തന്നെ ഇത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ, ഒരു 400 മീറ്റർ നമ്മൾ ഉള്ളിലേക്ക് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുളിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഡ്രസ്സൊക്കെ എടുത്തോളുക. അതല്ലാണ്ട് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് കുളിക്കാറുള്ള സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അയ്യോ ഡ്രസ്സ് എടുക്കായിരുന്നു എന്ന് വിചാരിച്ച് ഞങ്ങളെപ്പോലെ പറ്റരുത് എന്ന് വിചാരിച്ച് പറയണതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചോക്കും വേണ്ട, തിരിച്ച് 400 മീറ്റർ നമ്മൾ പോയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരിക എന്ന് പറയണത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഏതൊക്കെ വഴിയാണാവോ എല്ലാവരും പോണു, ഞങ്ങളും പോണു. പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല കേട്ടോ. സുഭാഷേ വിളിക്കണല്ലേ? അങ്ങട് അങ്ങട് പ്രത്യേകമായിട്ട് ഇൻബിൽഡ് സ്റ്റെപ്പ് ഒന്നും ഇല്ല കേട്ടോ. പാറങ്ങിക്കോണൊക്കെ കയറുന്നു സ്റ്റെപ്പുകളായിട്ട് ആണല്ലേ. അടിപൊളിയാട്ടോ. രസമല്ലേ? മുന്നിൽ പോയ ആൾക്കാർ ഏത് വഴി കൂടെ പോയി? അത് ചിലപ്പോ കുളിക്കാൻ പോണായിരിക്കും. അയ്യോ മലയുടെ മുകളിൽ നോക്കിയേ പീക്കിനാട്ടികൾ കയറിപ്പോ. നോക്കിയേ വരുന്ന റൂട്ടൊക്കെ അടിപൊളിയാ. പിള്ളേർസൊക്കെ ഹാപ്പിയാണ്. നമുക്ക് വരുമ്പോഴും ഇതൊരു രസമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ചാലക്കുടിയിൽ അതിരപ്പള്ളിയൊക്കെ കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും ഇതൊന്നും ഒന്നുമല്ല. ആ വരണ വഴികളാണെന്നുണ്ടെങ്കിലും അതിരപ്പള്ളിയുടെ അടിപൊളിയാണ്. അതേപോലെ നമ്മുടെ ഈ വെള്ളച്ചാട്ടമാണെന്നുണ്ടെങ്കിലും ഗംഭീര വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളിയിൽ. അതുകൊണ്ട് അത് കണ്ടവർക്ക് ഇത് വലിയൊരു വാട്ടർഫോൾ ഒന്നല്ല. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ കുറേ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ.
ഇറങ്ങുമ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ നമുക്ക് പോവാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. ഇനി വേറെ സ്പോട്ടിലേക്ക് പോകണം. അല്ല അവിടേക്കൊന്നുമില്ല. കുട്ടികളും വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കം കുറച്ച് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാച്ച ഊർന്നങ്ങോട്ട് പോകും. അത് പിന്നെ നമ്മൾ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. അവന്റെ കാലില് മണ്ണ് കളയുന്നത് അതിന്റെ ഇടയിൽ കൂടെ എന്തായാലും വന്നു. എന്നാ പിന്നെ എല്ലാവരും എന്താ കുളിക്കണ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നാ പിന്നെ എന്താണ് അവിടെ എന്നൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ച്, നമുക്ക് സമയമുണ്ടല്ലോ, അവിടെയും കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുളിക്കണ സ്ഥലമൊക്കെ കാണാൻ പോവുകയാണ് കേട്ടോ. നീ വെള്ളത്തിലിറങ്ങല്ലേ? പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒട്ടും അഴുക്കലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ താഴെയും ഇതിന്റെ താഴെയും ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമുക്കത് അവിടെ വലിയവരൊക്കെ കുളിക്കണതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല തണുത്ത ക്ലിയർ വെള്ളം. ശരിക്കും നല്ല തണവാണ്. ജസ്റ്റ് മാർമൽ മാർമല വാട്ടർഫോൾ എന്ന് പറഞ്ഞ് മുകളിൽ പോയി കണ്ട് തിരിച്ചു പോരുന്നത്. താഴെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉള്ള സ്ഥലത്തേക്ക് എന്തായാലും ഇറങ്ങണം. അവിടെ എത്ര ഭംഗിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. മിസ്സായി പോവരുതാരും. ഞങ്ങൾ കുളിക്കാനുള്ള സെറ്റപ്പിന് ഡ്രസ്സൊന്നും എടുത്തില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സായി അല്ലേ? ഇനി നമ്മൾ പോവുകയാണ്. വാഗമണിലേക്ക് പോണ വഴിയിൽ നമ്മളിതാ ഒരു വീട്ടിലെ ലഘുഭക്ഷണം എന്ന് പറഞ്ഞ ഒരു ഭക്ഷണശാല കണ്ടു. വീട്ടിലെ ഊണാണ്. ശരിക്കും നല്ല ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ അവിടെ നിന്ന് ലഭിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ പുറപ്പെടായി പോണ വഴി എല്ലാവർക്കും അറിയാലോ, ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്തവരുള്ളത് ഞങ്ങളും ഇറങ്ങുണ്ടായി 1-2 വ്യൂ പോയിന്റുകളിൽ. അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം.
അപ്പോൾ ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും സ്ഥലങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറെ വീഡിയോസ് കാണാം. അല്ലാച്ച ഈ വീഡിയോ ഭയങ്കര ലെങ്തിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.